ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക കൊണ്ട് ഒരു അടിപൊളി മസാലക്കറിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് പച്ചച്ചക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇടിച്ചക്കയൊക്കെ മുറിക്കുന്ന അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഏകദേശം മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. ചക്ക ഇപ്പൊ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ചക്കേന്റെ പീസ് മാത്രം എടുത്തു മാറ്റാം. ചക്കേന്റെ കഷ്ണമെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ വേവിച്ച വെള്ളം ഇതിന്റെ ഗ്രേവിക്ക് ആവശ്യമുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും എണ്ണ എടുത്താലായിരിക്കും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ശരിക്കും കിട്ടല്. ഞാനിപ്പം നിലക്കടലെണ്ണ എടുത്തിട്ടുള്ളത്. കടുകെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ ചക്കക്കറി ഉണ്ടാക്കാൻ. എണ്ണ ചൂടാവുമ്പം ഈ വേവിച്ച് ചക്ക എണ്ണയിലേക്കിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആകുമ്പം തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇത് വന്നതായതുകൊണ്ട് ജസ്റ്റ് പുറം ഭാഗം ഫ്രൈ ആയാൽ മാത്രം മതി. ഫ്രൈ ആക്കാതെ വേണമെങ്കിലും കറി ഉണ്ടാക്കാം. ഫ്രൈ ആക്കിയാൽ കുറച്ച് അധികം ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചക്ക പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക്, എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് 3 ഏലക്കയും 2 ഗ്രാമ്പും 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു ബേ ലീഫ് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം. പട്ടയും ഗ്രാമ്പും ഏലക്കയെല്ലാം മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ച് ചേർത്ത് വഴറ്റാം. സവാള ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെല്ലാം നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് തക്കാളി അരച്ച് ചേർക്കണം. ഇത് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്താണ് ചേർക്കാം. ഇതിന് വഴറ്റാം. തക്കാളിയുടെ പച്ചമണം മാറി വരുമ്പം ഇതിലേക്ക് കറിപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. ഇതെല്ലാം ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ചക്ക വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർക്കാം. ഇതിനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചക്ക ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ചക്ക വേവിക്കുമ്പം ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ആ വേവിച്ച വെള്ളത്തിൽ ഉപ്പുണ്ട്. അത് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. ഇതിനി അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചക്ക മസാലക്കറി റെഡിയാണ്. ഇതിനൊരു ബൗളിൽ വിളമ്പാം. ഞാനിപ്പം വേവിച്ച ചക്ക കുറച്ചധികം വെന്ത് പോയി. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ചക്ക പെട്ടെന്ന് വേവുന്ന ചക്കയാണ്. ഇങ്ങോട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ച് വേവിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.